ഹലോ ഫ്രണ്ട്സ്, വിർച്വൽ സ്പേസ് യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ ഒരു വീഡിയോനകത്ത് ആൻസർ ചെയ്യുന്നത് കേരള PSCയുടെ മുൻവർഷ ഒരു ചോദ്യപേപ്പറാണ്. അപ്പോൾ ആലപ്പുഴ ഡിസ്ട്രിക്റ്റിലെ LDCയുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണിത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കട്ട് ഓഫ് മാർക്ക്, അന്നത്തെ ഒരു കട്ട് ഓഫ് മാർക്ക് 54 വരുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് ആൻസർ ചെയ്ത് നോക്കാം. അപ്പോൾ കറണ്ട് അഫയർ ഒഴികെയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം എന്തായിരിക്കും, കോമൺ ആയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെ ആയിരിക്കും. സോ ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് ആൻസർ ചെയ്ത് നോക്കാം. അപ്പോൾ 100 ചോദ്യങ്ങളായിട്ട് ഉണ്ടാവുക. ഇതിൽ ഒന്നാമത്തെ ചോദ്യം വരുന്നത്, അട്ടപ്പാടിയിൽ കൂടി ഒഴുകുന്ന നദി പാമ്പാർ, കബനി, കുന്തി, ശിരുവാണി. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ആൻസർ കേൾക്കുന്നതിന് പകരം ജസ്റ്റ് എന്ത് ചെയ്യുക, ഒരു ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടിട്ട് ആൻസർ ചെയ്ത് പോവുക. അവസാനം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജസ്റ്റ് നമുക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് നോക്കാൻ പറ്റും. അപ്പോൾ താല്പര്യപ്പെടുന്ന ആളുകൾ അങ്ങനെ ചെയ്യാം. അപ്പോൾ നിന്റെ ഉത്തരം ഡി ആണ്, ശിരുവാണിയാണ്. അപ്പൊ അട്ടപ്പാടിയിൽ കൂടി ഒഴുകുന്ന നദി ശിരുവാണിയാണ്. അടുത്ത ചോദ്യം, കേരളത്തിൽ ആദ്യമായി വോട്ടിംഗ് യന്ത്രവും ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പ് നടന്ന സ്ഥലം? നോർത്ത് പറവൂർ, തിരുവനന്തപുരം വെസ്റ്റ്, കാസർഗോഡ്, ആറ്റിങ്ങൽ. ആൻസർ അറിയുന്ന ആളുകൾ എന്ത് ചെയ്യുക, കമന്റ് ചെയ്യുക വേണമെന്നുണ്ടെങ്കിൽ. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജസ്റ്റ് എന്ത് ചെയ്യുക, ഓപ്ഷൻസ് മാർക്ക് ചെയ്ത് വെക്കുക. അതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, നോർത്ത് പറവൂർ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ആലപ്പുഴ നഗരം സ്ഥാപിച്ചതാര്? രാജ രവിവർമ്മ, രാജ കേശവദാസ്, രാജ രാമരാജ ബഹദൂർ, രാജ മാർത്താണ്ഡവർമ്മ. ഓ, ആലപ്പുഴ നഗരം സ്ഥാപിച്ചതാര്? അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ആ ഒരു ജില്ലയുടെ എക്സാം ആയതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പൊ അതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, രാജ കേശവദാസ്. അടുത്ത ചോദ്യം, കേരളത്തിലെ ചവിട്ടുനാടകം ഏതു രാജ്യത്തിന്റെ സംഭാവനയാണ്? പോർച്ചുഗൽ, ബ്രിട്ടൻ, ഫ്രാൻസ്, നെതർലാൻഡ്. കേരളത്തിലെ ചവിട്ടുനാടകം ഏതു രാജ്യത്തിന്റെ സംഭാവനയാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, പോർച്ചുഗൽ. അടുത്തത്, CV കുഞ്ഞിരാമൻ ഏത് ദിനപത്രവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്? മലയാള മനോരമ, മാതൃഭൂമി, മാധ്യമം, കേരള കൗമുദി. ആൻസർ വരുന്നത് കേരള കൗമുദിയാണ്. CV കുഞ്ഞിരാമൻ ഏതു ദിനപത്രവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്? ഉത്തരം കേരള കൗമുദി. ഇന്ത്യയിലെ ഓറഞ്ച് സിറ്റി എന്നറിയപ്പെടുന്ന നഗരം? ബോംബെ, ജയ്പൂർ, ഔറംഗാബാദ്, കാശ്മീർ. സോ ഈ ഒരു ക്വസ്റ്റിന്റെ ആൻസർ ഇതിനകത്ത് ഇല്ല, ഓപ്ഷൻസിനകത്ത് വരുന്നില്ല. ഉത്തരം വരുന്നത് നാഗ്പൂർ ആണ്. അപ്പോൾ ഓറഞ്ച് സിറ്റി അല്ലാത്ത നഗരങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യാം, നമുക്ക് നോട്ട് ചെയ്ത് നോക്കാം. അടുത്തത്, ഇന്ത്യയിലെ ചുവന്ന നദി എന്നറിയപ്പെടുന്ന നദി? ഗംഗ, ബ്രഹ്മപുത്ര, ഗോദാവരി, യമുന. ഇന്ത്യയിലെ ചുവന്ന നദി എന്നറിയപ്പെടുന്ന നദി? ഉത്തരം ബി ആണ് വരുന്നത്, ബ്രഹ്മപുത്ര. പ്രസിദ്ധമായ രാജ്മഹൽ കുന്നുകൾ ഏതു സംസ്ഥാനത്തിൽ സ്ഥിതി ചെയ്യുന്നു? ബംഗാൾ, ബീഹാർ, ഒറീസ, അസം. ഇതിന്റെ ഉത്തരം വരുന്നത് ജാർഖണ്ഡ്, ബീഹാർ അതിർത്തിയിൽ എന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ, അഹമ്മദാബാദ് നഗരം ഏതു വ്യവസായവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉരുക്ക്, ചണം, പഞ്ചസാര, തുണി. അഹമ്മദാബാദ് നഗരം ഏത് വ്യവസായവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉരുക്ക്, ചണം, പഞ്ചസാര, തുണി. ആൻസർ ഡി ആണ് വരുന്നത്, തുണിയാണ്. അഹമ്മദാബാദ് ബില്ല് കേട്ടിട്ടുണ്ടാവുമല്ലോ. അടുത്തത് 10ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ടെലഗ്രാഫ് സമ്പ്രദായം ഏതു നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചിട്ടുള്ളതാണ്? ആഗ്ര, കൽക്കട്ട, കൽക്കട്ട ഡൽഹി, കൽക്കട്ട ബോംബെ, ഡൽഹി ആഗ്ര.
10ന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, ആഗ്ര കൽക്കട്ട. ഇന്ത്യയിലെ ആദ്യത്തെ ടെലഗ്രാഫ് സമ്പ്രദായം ഏത് നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചിട്ടുള്ളതാണ്? ഉത്തരം ആഗ്ര കൽക്കട്ട. ഓറൽ പോളിയോ വാക്സിൻ ആദ്യമായി കണ്ടെത്തിയത് ആര്? ജോനാസ് സാക്ക്, ഫ്ലെമിംഗ്, ആൽബർട്ട് സാബിൻ, ലൂയി പാസ്റ്റർ. ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്, ആൽബർട്ട് സാബിൻ. ഓറൽ പോളിയോ വാക്സിൻ ആദ്യമായി കണ്ടെത്തിയത് ആൽബർട്ട് സാബിൻ. അടുത്തത് ഒരു ഒന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണം ചവണ, കത്രിക, നാരങ്ങ ഞെക്കി, പാക്കുവെട്ടി. ആൻസർ ബി ആണ് വരുന്നത്, കത്രിക. കാറ്റ് വഴി വിത്ത് വിതരണം നടത്തുന്ന ഒരു സസ്യം? തെങ്ങ്, കുരുമുളക്, ഇത്തിൾ, മുരിങ്ങ. കാറ്റ് വഴി വിത്ത് വിതരണം നടത്തുന്ന ഒരു സസ്യം? ഉത്തരം ഡി ആണ്, മുരിങ്ങ. ബ്രാസ് ഏതൊക്കെ ലോഹങ്ങളുടെ സങ്കരമാണ്? അപ്പോ ബ്രാസ് എന്ന് പറയുന്നത് എന്തിന്റെയൊക്കെ സങ്കരമാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്? ഈ ചെമ്പ്, ഇരുമ്പ്, ചെമ്പ് സിങ്ക്, ചെമ്പ് ടിന്ന്, ചെമ്പ് അലുമിനിയം. ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ് വരുന്നത്, ചെമ്പ് സിങ്ക്. അപ്പൊ ബ്രാസ് ചെമ്പിന്റെയും സിങ്കിന്റെയും അലോയാണ്. അടുത്തത് ഹരിതകമുള്ള ജന്തു ഏത്? പാരമീസിയം, ഹൈഡ്ര, യുഗ്ലീന, അമീബ. ആൻസർ സി ആണ് വരുന്നത്, യുഗ്ലീന. ഹരിതകം ഉള്ള ജന്തു യുഗ്ലീന. 15ന്റെ ഉത്തരം സി ആണ് വരുന്നത്. അടുത്തത് 16. ആന്റിജൻ ഇല്ലാത്ത രക്തഗ്രൂപ്പ്? എ ഗ്രൂപ്പ്, ബി ഗ്രൂപ്പ്, എ ബി ഗ്രൂപ്പ്, ഒ ഗ്രൂപ്പ്. ആൻസർ ഡി ആണ് വരുന്നത്, ഒ ഗ്രൂപ്പ് ആണ്. അപ്പൊ ആന്റിജൻസ് ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒ ഗ്രൂപ്പ് ആണ്. ഇലകളിൽ നിർമ്മിക്കുന്ന ആഹാരം സസ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്ന കല ഏത്? ഫ്ലോയം, പ്രോട്ടോപ്ലാസം, മൈറ്റോകോൺട്രിയ, സൈലം. അപ്പോൾ ഇലകളിൽ ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ നിർമ്മിക്കുന്ന ആഹാരം സസ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്ന കല? ആൻസർ ഓപ്ഷൻ എ ആണ്, ഫ്ലോയം. ശരീരത്തിൽ രക്തത്തിന്റെ നിർമ്മാണത്തിന് ആവശ്യമായ ജീവകം? ടോക്കോഫെറോൾ, ഹീമോഗ്ലോബിൻ, ഫോളിക് ആസിഡ്, പില്ലോക്വിനോൺ. 18ന്റെ ഉത്തരം സി ആണ് വരുന്നത്, ഫോളിക് ആസിഡ്. ശരീരത്തിൽ രക്തത്തിന്റെ നിർമ്മാണത്തിന് ആവശ്യമായ ജീവകം ഫോളിക് ആസിഡ്. സയനൈഡ് പ്രക്രിയയിലൂടെ ശുദ്ധീകരിക്കുന്ന ലോഹം? സ്വർണം, വെള്ളി, പ്ലാറ്റിനം, സിങ്ക്. ഉത്തരം എ ആണ് വരുന്നത്, സ്വർണം. അടുത്തത് ഡോട്ട് ഏത് രോഗത്തിനുള്ള ചികിത്സാ രീതിയാണ്? ഓപ്ഷൻ എ കുഷ്ഠം, ക്ഷയം, എയ്ഡ്സ്, ക്യാൻസർ. അപ്പോൾ ഡോട്ട്സ് പറയുന്നത് ഏത് രോഗത്തിനുള്ള ചികിത്സാ രീതിയാണ്? ന്റെ ഉത്തരം ബി ആണ് വരുന്നത്, ക്ഷയം. അടുത്തത് അക്ബറിന്റെ ധനകാര്യമന്ത്രിയായിരുന്ന വ്യക്തി? രാജ ബീർബൽ, രാജ മാൻസിംഗ്, രാജ തോഡർമാൽ, രാജ പ്രതാപ് സിംഗ്. 21ന്റെ ഉത്തരം സി ആണ് വരുന്നത്, രാജ തോഡർമാൽ. ഇറ്റലിയിലെ ഫാസിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ നേതാവ്? ഹിറ്റ്ലർ, അലക്സാണ്ടർ, ബിസ്മാർക്ക്, മുസോളിനി. ഇറ്റലിയിലെ ഫാസിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ നേതാവ്? ഹിറ്റ്ലർ, അലക്സാണ്ടർ, ബിസ്മാർക്ക്, മുസോളിനി. ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്, മുസോളിനി. ഇന്ത്യയിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം ഔദ്യോഗികമായി പൊട്ടിപ്പുറപ്പെട്ട സ്ഥലം? ഡൽഹി, മീററ്റ്, പാനിപ്പറ്റ്, ബോംബെ. അപ്പോ ഇന്ത്യയിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം ഔദ്യോഗികമായി പൊട്ടിപ്പുറപ്പെട്ട സ്ഥലം ഏത്? ഉത്തരം ഓപ്ഷൻ ബി ആണ് വരുന്നത്, മീററ്റ്. അതായത് വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരവുമായി ബന്ധപ്പെട്ട ആക്ട് ഏത്? 1773 ആക്ട്, 1757 ആക്ട്, 1857 ആക്ട്, 1858 ആക്ട്. അപ്പോ വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരവുമായി ബന്ധപ്പെട്ട ആക്ട് ഏത്? ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്, 1858 ആക്ട് ആണ് വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരവുമായി ബന്ധപ്പെട്ടത്. 24ന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്.
അടുത്തത് ദത്താവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് വെല്ലസ്ലി, ഡൽഹൌസി, റിപ്പൺ, കേഴ്സൺ. ദത്താവകാശ നിരോധന നയം നടപ്പിലാക്കിയത് ആര്? ആൻസർ ബി ആണ്, ഡൽഹൌസി. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയി ലിറ്റൺ കോൺവാലിസ് കാനിൻ വേവൽ. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയി. ആൻസർ സി ആണ് വരുന്നത്, ക്യാനിൻ. ബർദോളി സത്യാഗ്രഹം നടന്ന വർഷം 1930, 1929, 1928, 1931. ഓപ്ഷൻ വായിച്ചാൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. എ 28, ബി 29, സി 30, ഡി 31. ബർദോളി സത്യാഗ്രഹം നടന്ന വർഷം ഏത്? ആൻസർ ഓപ്ഷൻ എ ആണ്, 1928. ബർദോളി സത്യാഗ്രഹം നടന്ന വർഷം 1928. 27ന്റെ ഉത്തരം ഓപ്ഷൻ എ ആണ് വരുന്നത്. ആ 28 ഗാന്ധിയൻ സമരവുമായി ബന്ധപ്പെട്ട ചമ്പാരൻ ഏതു സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു? ബംഗാൾ, അസം, ഗുജറാത്ത്, ബീഹാർ. 28ന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്, ബീഹാർ. അപ്പൊ ഗാന്ധിയൻ സമരവുമായി ബന്ധപ്പെട്ട ചമ്പാരൻ ഏതു സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു? ഉത്തരം ബീഹാർ. 28ന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. അടുത്തത് ഏക ദൈവവിശ്വാസികൾക്കൊരു സമ്മാനം എന്ന ഗ്രന്ഥം ആരുടെ രചനയാണ്? എം ഡി വാസു ഭട്ടതിരി, പി ടി ഭട്ടതിരി, രാജാറാം മോഹൻ റോയ്, ആനി ബസന്റ്. അപ്പോ ഏകദൈവ വിശ്വാസികൾക്കൊരു സമ്മാനം എന്ന ഗ്രന്ഥം ആരുടെ രചനയാണ്? ഉത്തരം ഓപ്ഷൻ സി, രാജാറാം മോഹൻ റോയ്. അപ്പൊ 29ന്റെ ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്. അടുത്തത് താഷ്കന്റ് കരാറിൽ ഒപ്പിട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി? ഇന്ദിരാഗാന്ധി, ലാൽ ബഹദൂർ ശാസ്ത്രി, ജവഹർലാൽ നെഹ്റു, ചരൺ സിംഗ്. ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്, ലാൽ ബഹദൂർ ശാസ്ത്രി. അടുത്തത് ഗരീബി ഹട്ടാവോ എന്ന മുദ്രാവാക്യം ഏതു പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടതാണ്? 2ാം പദ്ധതി, 3ാം പദ്ധതി, 4ാം പദ്ധതി, 5ാം പദ്ധതി. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. അപ്പൊ 31ന്റെ ആൻസർ വരുന്നത് ഡി ആണ്, 5ാം പഞ്ചവത്സര പദ്ധതി. ഗരീബി ഹട്ടാവോ എന്ന മുദ്രാവാക്യം ഏതു പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, 5ാം പഞ്ചവത്സര പദ്ധതി. ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശങ്ങൾ ഏതു രാജ്യത്തിൽ നിന്നും സ്വീകരിച്ചതാണ്? അയർലൻഡ്, ബ്രിട്ടൻ, കാനഡ, അമേരിക്ക. ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശങ്ങൾ ഏത് രാജ്യത്തിൽ നിന്നും സ്വീകരിച്ചതാണ്? നിർദ്ദേശക തത്വങ്ങളാണത്. ഉത്തരം 32ന്റെ ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്, അയർലൻഡിന്റെ ഭരണഘടനയിൽ നിന്നാണ്. 32ന്റെ ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ഇൻഷുറൻസ് കമ്പനി? ബോംബെ ഇൻഷുറൻസ് കമ്പനി, കൽക്കത്ത ഇൻഷുറൻസ് കമ്പനി, ഡൽഹി ഇൻഷുറൻസ് കമ്പനി, ഇന്ത്യൻ ഇൻഷുറൻസ് കമ്പനി. ഇതിന്റെ ആൻസർ ഇതിൽ കൊടുത്തിട്ടുള്ളത് ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനി എന്നാണ്, ഓറിയന്റൽ ലൈഫ് ഇൻഷുറൻസ് കമ്പനി എന്നാണ്. അടുത്തത് 34 ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക്? SBI, UTI, SBI, ICICI. അപ്പോൾ ഓപ്ഷൻ എ വായിച്ചിട്ടുള്ളത് തെറ്റാണ്, SBT ആണ് അത് കൊടുത്തിട്ടുള്ളത്. സോ അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും വലിയ ബാങ്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് എന്ന് പറയുന്നത് SBI ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. അപ്പോൾ 34ന്റെ ആൻസർ സി ആണ് വരുന്നത്. അടുത്തത് ദേശീയ അന്ധതാ നിവാരണ പദ്ധതി ആരംഭിച്ച വർഷം? 1974, 1975, 1976, 1977. ദേശീയ അന്ധതാ നിവാരണ പദ്ധതി ആരംഭിച്ച വർഷം? ഓപ്ഷൻ സി ആണ് വരുന്നത്, 1976. 35ന്റെ ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്. അടുത്തത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 24 പ്രകാരം നിരോധിക്കപ്പെട്ടത്? ബാലവേല, ശൈശവ വിവാഹം, സ്ഥിരധനം, സ്ത്രീ പീഡനം. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 24 പ്രകാരം നിരോധിക്കപ്പെട്ടത്? 36ന്റെ ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്, ബാലവേല.
പട്ടികജാതികൾക്കായി ഇന്ത്യൻ പാർലമെന്റിൽ എത്ര സീറ്റുകൾ സംവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു? 75, 76, 78, 79. പട്ടികജാതിക്കാർക്കായി ഇന്ത്യൻ പാർലമെന്റിൽ എത്ര സീറ്റുകൾ സംവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്, 79. അടുത്തത്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ മനുഷ്യാവകാശ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട വ്യക്തി വിമൽ ജലാൽ, ബീഗം ഹസ്രത് മഹൽ, അരുന്ധതി റായ്, ഗുൽസാരിലാൽ നന്ദ. ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്, അരുന്ധതി റോയ്. ലോക വനിതാ ദിനം മാർച്ച് 7, മാർച്ച് 8, ജൂലൈ 7, ജൂലൈ 8. അപ്പോ ലോക വനിതാ ദിനമാണ് ചോദിച്ചിട്ടുള്ളത്. 39ന്റെ ആൻസർ വരുന്നത് ബി ആണ്, മാർച്ച് 8. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ KT അടിയോടി, KT ബാലകൃഷ്ണൻ, ഹമീദ് അൻസാരി, കപിൽ സിബൽ. അപ്പൊ ഇതൊരു പഴയൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ്, അപ്പോൾ അതിനനുസരിച്ച് അപ്ഡേറ്റ് ഉണ്ടാവും. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ ആൻസർ ആണ് ഞാൻ പറയുന്നത്. അതിൽ 40ന്റെ ആൻസർ ബി ആണ് കൊടുത്തിട്ടുള്ളത്, KT ബാലകൃഷ്ണൻ. ഇപ്പോൾ HL ദത്തു എന്ന് കൊടുത്തിട്ടുണ്ട്. സോ ഇപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക, നിങ്ങൾ ആ ക്വസ്റ്റ്യന്റെ ആൻസർ ജസ്റ്റ് എന്ത് ചെയ്യുക, ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഇപ്പൊ ഇതിൽ കൊടുത്തിട്ടുള്ളതും HL ദത്തു എന്നാണ്, ഓപ്ഷൻ ബി ആണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ മാത്രം എന്ത് ചെയ്താൽ മതി, നോട്ട് ചെയ്ത് വെച്ചാൽ മതി. അടുത്തത്, ലെറ്റ് മീ ഹാവ് എ ലുക്ക്. ഓപ്ഷൻസ് ഡു യു, വിൽ യു, ഹാവ് യു, ഹാവിൻ യു. ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്, വിൽ യു. വുഡ് യു മൈൻഡ് ഡാഷ് ഓപ്പണിംഗ് ദ വിൻഡോ, ഓപ്പൺ ദ വിൻഡോ, ഓപ്പൺ ദ വിൻഡോ, ടു ഓപ്പൺ ദ വിൻഡോ. അതിന് ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്, ഓപ്പണിംഗ് ദ വിൻഡോ. വുഡ് യു മൈൻഡ് ഓപ്പണിംഗ് ദി വിൻഡോ. The teacher asked the students dash who are absent today, who were absent today, who are absent that day, who were absent that day. Answer option D ആണ് വരുന്നത്, who were absent that day. Rajesh dash the bank in 1990, has joined, how joined, is joined, joined. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്, joined. Rajesh joined the bank in 1990. Have you got an electric blanket dash your bed in, at, on, for? Have you got an electric blanket dash your bed? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, for. അടുത്തത്, he decided to fight for justice dash in all costs, at all costs, to all costs, from all costs. Answer option B ആണ് വരുന്നത്, at all cost. There is a policeman standing dash at the corner, in the corner, on the corner, above the corner. Answer option A ആണ് വരുന്നത്, at the corner. There is a policeman standing at the corner. If I have the money dash a car, I would buy, I will buy, I would have bought a boat. അപ്പോൾ അതിന് ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്, I will buy. If I have the money, I will buy a car. I always dash my revision notes just before I go into an examination. Go in, go at, go over, go on. ഓപ്ഷൻ സി ആണ് വരുന്നത്, go over. I always go over my revision notes just before I go into an examination. The belief that God is everything and everything is God dash. Pantheism, atheism, monotheism, polytheism. The belief that God is everything and everything is God dash. Answer option A ആണ് വരുന്നത്, pantheism. The word nearest in the meaning
Futile, meaning to futile dash, fruitful, profitable, angry, vain. So അപ്പോൾ അതിന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്, വെയിൻ. ദ വേർഡ് നിയറസ്റ്റ് ഇൻ മീനിങ് ടു ഫ്യൂട്ടൈൽ, വെയിൻ. അടുത്തത് കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. ഇപ്പൊ ഇതിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ജസ്റ്റ് കാണാൻ സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതിൽ കറക്റ്റുള്ള വേർഡ് അതൊന്നും കണ്ടുപിടിക്കാം. ഇതിന്റെ ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്, എംബറാസ്മെന്റ്. 53. The antonym of barbarous is dash, savage, civilized, rude, harsh. ബാർബറസിന്റെ ആന്റണിം ആണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ ബി ആണ് വരുന്നത്, civilized. Go to the dogs means be ruined, search, go after the dogs, run fast. Go to the dog means ഓപ്ഷൻ എ ആണ് വരുന്നത്, ബി ruined. A fleet of 20 dash stars, ants, cattle, ships. ഓപ്ഷൻ ഡി ആണ് വരുന്നത്, ships. A fleet of 20 ships. Snake dash hoot, hiss, squeak, shriek, grunt. Answer option B ആണ്, his. Dash his popularity, he didn't win the election. Oh, although, in spite of, despite of. അതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, in spite of. In spite of his popularity, he didn't win the election. Copper is dash useful metal, and the, that, a. Copper is dash useful metal. Option D ആണ്, A. Copper is a useful metal. Teaching is a dash profession, respectable, respective, respectful, respectfully. Option A ആണ്, respectable. Teaching is a respectable profession. You had better dash locked the door, locking the door. Lock the door, to lock the door. അപ്പോൾ 60ന്റെ ഓപ്ഷൻ locked the door, locking the door, lock the door, to lock the door. അപ്പോൾ അതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് വരുന്നത്, ലോക്ക് ദ ഡോർ. അടുത്തത്, അവൾ ഏതു സർവനാമ വിഭാഗത്തിൽ പെടുന്നു? ഉത്തമ പുരുഷൻ, മധ്യമ പുരുഷൻ, പ്രഥമ പുരുഷൻ, ഇതൊന്നുമല്ല. ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്, പ്രഥമ പുരുഷൻ. ആയിരത്താണ്ട് സന്ധി ഏത്? ലോപം, ദ്വിത്വം, ആഗമം, ആദേശം. ആയിരത്താണ്ട് സന്ധി ഏത്? ഓപ്ഷൻ ഡി ആണ് വരുന്നത്, ആദേശം. ശരിയായ വാക്യം ഏത്? വാക്യങ്ങൾ വായിക്കാം. പ്രായാധിക്യമുള്ള മഹാവ്യക്തികളെ നാം ബഹുമാനിച്ചേ പറ്റൂ. ഓപ്ഷൻ എ.
അത് ഓപ്ഷൻ ബി, പ്രായാധിക്യം ചെന്ന മഹാവ്യക്തികളെ നാം തീർച്ചയായും ബഹുമാനിച്ചേ പറ്റൂ. ഓപ്ഷൻ സി, പ്രായാധിക്യം ചെന്ന മഹത് വ്യക്തികളെ നാം തീർച്ചയായും ബഹുമാനിച്ചേ പറ്റൂ. ഓപ്ഷൻ ഡി, പ്രായാധിക്യം ചെന്ന മഹാവ്യക്തികളെ നാം ബഹുമാനിച്ചേ പറ്റൂ. ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്. പ്രായാധിക്യമുള്ള മഹാവ്യക്തികളെ നാം ബഹുമാനിച്ചേ പറ്റൂ. അടുത്തത് ശരിയായ പദമേത്? ഇവിടെ അന്തചിത്രം എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതില് ശരിയായിട്ടുള്ളത് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ ഡി ആണ് വരുന്നത്. കാറ്റ് പര്യായമല്ലാത്തത് ഏത്? അനിലൻ, അനലൻ, പവനൻ, പവമാനൻ. 65 ഉത്തരം ഓപ്ഷൻ ബി ആണ് വരുന്നത്. അനലൻ. ആടുജീവിതം രചയിതാവ് ആര്? സക്കറിയ, ആനന്ദ്, മേതിൽ രാധാകൃഷ്ണൻ, ബെന്യാമിൻ. ആടുജീവിതം ആരുടെ അല്ലെങ്കിൽ രചയിതാവ് ആര്? ഓപ്ഷൻ ഡി ആണ് ബെന്യാമിൻ. കോവിലൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആര്? എ അയ്യപ്പൻ, വി അയ്യപ്പൻ, അയ്യപ്പൻ പിള്ള, എം അച്യുതൻ. കോവിലൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആര്? ആൻസർ ഓപ്ഷൻ ബി, വി അയ്യപ്പൻ. പ്രഥമ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചതാർക്ക്? ബാലാമണി അമ്മ, വള്ളത്തോൾ, ഇളംകുളം കുഞ്ഞൻപിള്ള, ശൂരനാട് കുഞ്ഞൻപിള്ള. 68 ഓപ്ഷൻ ഡി ആണ്, ശൂരനാട് കുഞ്ഞൻപിള്ള. അപ്പോൾ പ്രഥമ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ശൂരനാട് കുഞ്ഞൻപിള്ള. അടുത്തത് ശരിയായ പരിഭാഷ ഏത്? നെസസിറ്റി ക്യാൻ മേക്ക് ഹി വൺ ദ ടിമിഡ് ബ്രേവ്. അപ്പൊ ഇവിടെ ഒരു സെന്റൻസ് തന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ പര്യായമാണ് അല്ലെങ്കിൽ പരിഭാഷയാണ് ചോദിച്ചിട്ടുള്ളത്. ആവശ്യം വന്നാൽ ഒന്നിനും കൊള്ളാത്തവൻ ധീരനാകും, ഒന്നിനും കൊള്ളാത്തവനും ആവശ്യം വന്നാൽ ധീരനാകും, ധീരനല്ലാത്തവനും ആവശ്യം വന്നാൽ ധീരനാകും, ആവശ്യം വന്നാൽ ധീരനും ഒന്നിനും കൊള്ളാത്തവനാകും. നെസസിറ്റി ക്യാൻ മേക്ക് ഈവൻ ദ ടിമിഡ് ബ്രേവ്. ന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഒന്നിനും കൊള്ളാത്തവനും ആവശ്യം വന്നാൽ ധീരനാകും. അടുത്തത്, ഇറ്റ് ഈസ് ബെറ്റർ ടു ഡൈ ലൈക്ക് എ ലയൺ ദാൻ ലിവ് ലൈക്ക് ആൻ ആസ്. സമാനമായ പഴഞ്ചൊല്ലേത്? ഒരു സിംഹമായി ജീവിക്കുന്നതാണ് ഒരു കഴുതയായി ജീവിക്കുന്നതിലും നല്ലത്. ഒരു സിംഹം മരിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു കഴുത മരിക്കുന്നതാണ്. ഒരു സിംഹമായി മരിക്കുന്നതാണ് കഴുതയായി ജീവിക്കുന്നതിലും നല്ലത്. ഒരു സിംഹം മരിക്കുന്നതിനേക്കാൾ വേഗത്തിൽ ഒരു കഴുത മരിക്കുന്നു. ഇറ്റ് ഈസ് ബെറ്റർ ടു ഡൈ ലൈക്ക് എ ലയൺ ദാൻ ലിവ് ലൈക്ക് ആൻ ആസ്. അതിന് ആൻസർ വരുന്ന ഓപ്ഷൻ സി ആണ്. ഒരു സിംഹമായി മരിക്കുന്നതാണ് ഒരു കഴുതയായി ജീവിക്കുന്നതിലും നല്ലത്. ഒരു ക്ലാസ്സിലെ 40 കുട്ടികളുടെ ശരാശരി വയസ്സ് 10 ആണ്. ടീച്ചറുടെ വയസ്സ് കൂടി കൂട്ടിയാൽ ശരാശരി വയസ്സ് 11 ആകും. ടീച്ചറുടെ വയസ്സ് എത്ര? അപ്പോ ഇതിനകത്ത് ഉള്ളത് ഇനി അങ്ങോട്ട് മാത്സ് ചോദ്യങ്ങളായിരിക്കും. ജസ്റ്റ് നമുക്കിതിപ്പോ ചെയ്ത് നോക്കാം. അപ്പോൾ ഒരു ക്ലാസ്സില് 40 കുട്ടികളാണുള്ളത്. ശരാശരി വയസ്സ് 10 ആണ് വരുന്നത്. അപ്പോൾ ആകെ മൊത്തം വയസ്സെന്ന് പറയുന്നത് എത്രയായിരിക്കും? 400 ആയിരിക്കും. ദെൻ ടീച്ചറുടെ വയസ്സ് കൂടി കൂട്ടിയാൽ ശരാശരി വയസ്സ് 11 ആകും. അപ്പോ ആകെ വയസ്സ് ഇപ്പൊ ആകെയുള്ള വയസ്സിന്റെ കൂടെ നമ്മൾ എത്ര കൂട്ടിയാലാണ് ശരാശരി വയസ്സ് 11 ആവുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്ത് ചെയ്യുക? അത് രണ്ടും നോക്കുക. അപ്പൊ 40 ടീച്ചറുടെ വയസ്സ് കൂടി കൂട്ടിയാൽ ആകും ടീച്ചറുടെ വയസ്സ്. ടീച്ചറുടെ വയസ്സാണ് ചോദിച്ചിട്ടുള്ളത്.
സോ ഇപ്പോൾ ടീച്ചറുടെ വയസ്സും കൂടി കൂട്ടുമ്പോൾ എത്ര കുട്ടികളാകും? ആകെ 41 പേരാകും. ദെൻ അവിടുത്തെ ശരാശരി വയസ്സ് അപ്പോൾ വരുന്നത് 41 ആളാകുമ്പോൾ 11 ശരാശരി വയസ്സ് വരുന്നത്. അപ്പോൾ ആകെ വയസ്സ് എത്രയെന്ന് നോക്കാം. അപ്പൊ 410ഉം 41ഉം അപ്പൊ എത്ര വരും? 410ഉം 41ഉം അപ്പൊ 451 വരും. സോ ഇവിടെ 400 നമുക്ക് വയസ്സ് കിട്ടിയത് ആദ്യം. അതായത് 40 കുട്ടികളുടെ ആകെ വയസ്സെന്ന് പറയുന്നത് നമുക്ക് 400 വരുന്നത്. അപ്പോ ഇവിടെ ഇപ്പോ 41 ആളുടെ ആകെ വയസ്സെന്ന് പറയുന്നത് 451 വരുന്നത്. അപ്പൊ അതില് 51 അധികം. സോ ഓപ്ഷൻ ബി, ടീച്ചറുടെ വയസ്സ് 51. ആൻസർ നോക്കാം. ആൻസർ ഓപ്ഷൻ ബി ആണ്. അടുത്തത് 50,000 രൂപ 8% വാർഷിക നിരക്കിൽ ഒരു ബാങ്കിൽ നിക്ഷേപിക്കുന്നു. 2 വർഷത്തേക്ക് കിട്ടുന്ന കൂട്ടുപലിശ എത്ര? അപ്പോ രൂപ 50,000 ആണ് പലിശ, 8% വാർഷിക നിരക്കിലാണ് ബാങ്കിൽ നിക്ഷേപിക്കുന്നത്. 2 വർഷത്തേക്കാണ് കൂട്ടുപലിശ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു വർഷത്തേക്ക് എത്ര രൂപ കിട്ടും? 4,000 രൂപ കിട്ടും. ഇനി അടുത്ത വർഷത്തേക്ക് 4,000 രൂപ, 54,000 രൂപ നോക്കാം. 54,000 ഒന്നുകൂടി എന്ത് ചെയ്യാം? 8% കാണാം. അപ്പൊ എത്ര വരും നമുക്ക് നോക്കാം. അപ്പോ 54നെ കൊണ്ട് വിളിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 32ഉം അപ്പോ 4,320 എന്ന് കിട്ടും. ആദ്യം കിട്ടിയ 4,000 4,320 കൂടി കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് 8,320 വരുന്നത്. ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. അപ്പൊ 72ന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. അടുത്തത് അച്ഛന്റെയും മകന്റെയും ഇപ്പോഴത്തെ വയസ്സിന്റെ അനുപാതം 6:1 ആണ്. 5 വർഷം കഴിഞ്ഞ് അവരുടെ വയസ്സിന്റെ അനുപാതം 7:2 ആകും. മകന്റെ ഇപ്പോഴത്തെ വയസ്സ് എത്ര? നമ്മൾ മകന്റെ വയസ്സ് എന്ത് ചെയ്തു? നമ്മളൊരു എക്സ് വയസ്സായിട്ട് എടുക്കാം. അപ്പോൾ അച്ഛന്റെ വയസ്സ് വരുന്നത് ഒരു 6x ആയിരിക്കും. ദെൻ ഇനി 5 വർഷം കഴിഞ്ഞ് അവരുടെ വയസ്സിന്റെ അനുപാതം 7:2 വരുന്നത്. അപ്പോൾ 5 വർഷം കഴിയുമ്പോൾ എത്ര വയസ്സായിരിക്കും? x+5 വയസ്സുണ്ടായിരിക്കും ആ ഒരു കുട്ടിക്ക്. അപ്പോൾ എക്സ് ആയിരിക്കും അതായത് 6x+5 ആയിരിക്കും ഈ അച്ഛന്റെ വയസ്സ് വരുന്നത്. ഇനി അവര് തമ്മിലുള്ള അംശബന്ധം തന്നിട്ടുള്ളത് 7:2 അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 6x+5 x+5 = 7/2 എന്ന് എഴുതാം. ഇപ്പൊ ഇവിടെ എത്ര വരും? ഇവിടെ നമുക്ക് 12 + 10 എന്ന് വരും. അതായത് 12x + 10 = എത്ര വരും? 7 × x + 35 എന്ന് വരും. എന്താണ് എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. ഇപ്പൊ ആണെങ്കിൽ ഈ ഭാഗം സ്കിപ്പ് ചെയ്യാം. സോ അപ്പൊ നമുക്ക് ഇവിടെ 12x ഇവിടെ 7x എടുക്കുന്നുണ്ട്. അപ്പൊ ഇത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും? ഈ ഒരു സൈഡിൽ 5x എന്നായി മാറും. ദെൻ ഇവിടെ ഒരു 35 എടുക്കുന്നുണ്ട്, ഇവിടെ ഒരു 10 എടുക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ 10നെ ഇങ്ങോട്ട് എടുക്കും. അപ്പൊ ഇവിടെ 25 മാറും. അപ്പൊ 5x = 25 എന്ന് വന്നു. സോ x = നമുക്ക് എന്ത് കിട്ടും? 5 എന്ന് കിട്ടും. മകന്റെ ഇപ്പോഴത്തെ വയസ്സ് എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്.
അപ്പോൾ ബി ആണ് ആൻസർ വരുന്നത് 73. നമുക്ക് എക്സ് എത്ര 5 എന്നാണ് കിട്ടിയത്. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, അതുപോലെയാണ് ചെയ്യേണ്ടത്. ഇനി അടുത്തത് സജിൻ 800 മീറ്റർ സജിൻ 800 മീറ്റർ നീളമുള്ള ഒരു പാലം 8 മിനിറ്റ് കൊണ്ട് നടന്നു. എന്നാൽ സജിന്റെ വേഗം ഈ km/മണിക്കൂറിൽ എത്ര? അപ്പോൾ സജിൻ നടന്ന ദൂരം 800 മീറ്റർ ആണ്. ദെൻ എടുത്ത സമയം 8 മിനിറ്റ് ആണ്. അപ്പൊ 8 മിനിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര സെക്കൻഡ് ആണെന്ന് നോക്കാം. അല്ലെങ്കിൽ നമുക്ക് എത്ര മണിക്കൂറാണെന്ന് നോക്കിയാലും മതി. നമുക്ക് വേണ്ട സ്പീഡാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ദൂരം 8 മീറ്ററും 8 മിനിറ്റ് എന്ന് പറയുമ്പോൾ എത്ര വരും? 460 സെക്കൻഡ് വരും. എന്ത് ചെയ്യുക, 800/460 ചെയ്യാം. നമുക്കൊരു 1.734 കിട്ടും. എന്ത് ചെയ്യണം, ഇനി നമുക്കതിനെ km/h കൺവേർട്ട് ചെയ്യണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ സാധാരണ ചെയ്യാറ് എത്രയാണ്, 5/18 കൊണ്ടാണ് കുടിക്കാറ്. ഇവിടെ എന്ത് ചെയ്യണം, തിരിച്ച് ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യുക, × 18/5 ചെയ്യാം. അപ്പൊ നമുക്ക് വരുന്നത് ഓപ്ഷൻ ബി ആണ് ആൻസർ. 6.2 എന്നാണ് വരുന്നത്. ചെയ്ത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇതിനകത്ത് 800 മീറ്റർ ആണ്, കിലോമീറ്റർ അല്ല. സോറി. നമുക്ക് തന്നിട്ടുള്ളത് 800 മീറ്റർ ദൂരമാണ് തന്നിട്ടുള്ളത്, മീറ്ററിലാണ് തന്നിട്ടുള്ളത്. ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, മീറ്റർ/സെക്കൻഡ് ആണ് കാണുന്നത്. 8 മിനിറ്റ് കൊണ്ടാണ് അയാൾ ആ പാലം കടന്നത്. അപ്പോൾ 8 മിനിറ്റ് എന്ന് പറയുമ്പോൾ എത്ര സെക്കൻഡ് ആയിരിക്കും? 480 സെക്കൻഡ് ആയിരിക്കും. ദെൻ ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പൊ ഇതിനെ എത്ര ചെയ്യുക, 3600/1000. അപ്പൊ നമുക്ക് ഇപ്പോൾ ആൻസർ 6 വരുന്നത്. ഓപ്ഷൻ എ 6. അടുത്ത ചോദ്യം, ഒരു ജോലി ചെയ്തു തീർക്കാൻ അശോകിന് 9 ദിവസവും ആദർശിന് 15 ദിവസവും അനുവിന് 10 ദിവസവും വേണം. 3 പേരും കൂടി എത്ര ദിവസം കൊണ്ട് ഈ ജോലി ചെയ്തു തീർക്കും? ഇങ്ങനത്തെ ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പൊ നമ്മൾ പാരലൽ റെസിസ്റ്റൻസ് കാണുന്ന പോലെ ചെയ്താൽ മതി. അപ്പോൾ അശോകിന് വേണ്ട ദിവസം 1/9 ആണ്. ദെൻ അതായത് അശോക് ഒരു ജോലി ചെയ്യാൻ 9 ദിവസം എടുക്കും. ആദർശ് എടുക്കുന്നത് ഒരു ജോലി ചെയ്യാൻ 15 ദിവസമാണ്. ദെൻ അല്ലെങ്കിൽ ഇങ്ങനെ പറയാം നമുക്ക്, ഒരു ദിവസം ഒരു ജോലിയുടെ 9/1 ഭാഗമാണ് അശോക് തീർക്കുക. ഓക്കെ. അടുത്തത് ആദർശ് ഒരു ജോലിയുടെ
15 ഭാഗമാണ് ഒരു ദിവസം കൊണ്ട് തീർക്കുക. അനു അതേ ജോലിയുടെ 10 ഭാഗമാണ് ഒരു ദിവസം കൊണ്ട് തീർക്കുക. ഇനി ചോദിച്ചിട്ടുള്ളത് 3 പേരെയും കൂടി നിർത്തുകയാണെങ്കിൽ എന്ത് ചെയ്യും? ഇവര് എത്ര ദിവസം കൊണ്ട് ജോലി തീർക്കുന്നു? അപ്പോൾ ഒരു ദിവസം കൊണ്ട് 3 പേരും കൂടി എത്ര ജോലി തീർക്കുന്നതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഇത് ആഡ് ചെയ്താൽ മതി, ഇങ്ങനെ ചെയ്താൽ മതി. ഇതിന് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. അടുത്തത്, ഒരു സംഖ്യയുടെ 75% 75 കൂട്ടിയാൽ അതേ സംഖ്യ കിട്ടുന്ന സംഖ്യ ഏത്? ഇതൊരു മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പറിലും കൂടി ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു ചോദ്യം. അപ്പൊ നമുക്കൊരു സംഖ്യ എടുക്കാം എക്സ് എന്ന്. ആ സംഖ്യയുടെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു സംഖ്യയുടെ 75% 75 കൂട്ടിയാൽ, അപ്പോ എക്സ് എന്ന് പറയുന്ന ഒരു സംഖ്യ എടുക്കുക. അപ്പൊ അതിന്റെ 75% എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുക? അതിനെ 75/100 കൊണ്ട് ഗുണിക്കണം. ഇനി 3/4 ഇട്ടാൽ മതി ഇവിടെ. ഇനി എന്ത് ചെയ്യണം? അതിന്റെ കൂടെ 75 കൂട്ടിയാൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? അതേ സംഖ്യ തന്നെ ആയിരിക്കും. അപ്പോൾ സംഖ്യ ഏതാണ്? എക്സ് എന്നാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് എന്ത് ചെയ്യാം? ഈ ഒരു സൈഡിലേക്ക് കൊണ്ടുവരാം. അപ്പൊ ഇത് എത്രയാണ്? ഇത് 3/4 വരുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ എത്ര വരും? നമുക്ക് x/4 എന്ന് വരും. അപ്പൊ 4 ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും? 4x - 3x/4. അപ്പോൾ നമുക്ക് എന്ത് വരും? x/4 എന്ന് വരും. ഇപ്പോൾ ഈ ഒരു സൈഡിൽ 75 കിടക്കുന്നത്. അപ്പൊ x = 4 × 75. അപ്പോൾ 300 ആൻസർ. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. അടുത്തത്, പ്രവീൺ 20,000 രൂപയ്ക്ക് വാങ്ങിയ ബൈക്ക് 25,000 രൂപയ്ക്ക് വിറ്റു. ലാഭ ശതമാനം എത്ര? അപ്പോൾ എത്രയായിരിക്കും? പ്രവീൺ വാങ്ങിയ വില 20,000 രൂപയാണ്, വിറ്റ വില 25,000 രൂപയാണ്. അപ്പൊ നമുക്ക് ഇയാളുടെ ലാഭം എന്ന് പറയുന്നത് 5,000 രൂപയാണ്. അപ്പൊ 5,000 എന്ന് പറയുന്നത് 20,000ന്റെ 4/1. അപ്പോ ഓപ്ഷൻ സി 25% ലാഭമാണ് ലഭിക്കുക. അപ്പോൾ 77ന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. അടുത്തത്, ഒരു സമചതുരത്തിന്റെ വികരണത്തിന്റെ നീളം 50 സെന്റിമീറ്റർ ആയാൽ അതിന്റെ വിസ്തീർണം. അപ്പോ സമചതുരം സ്ക്വയറിന്റെ വികരണത്തിന്റെ നീളം 50 സെന്റിമീറ്റർ ആയാൽ അതിന്റെ വിസ്തീർണം 1250 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. തുടർച്ചയായ 2 ഇരട്ട സംഖ്യകളുടെ വർഗങ്ങളുടെ വ്യത്യാസം 132 ആണ്. സംഖ്യകൾ ഏവ? നമുക്ക് 2 എന്ത് ചെയ്യാം? തുടർച്ചയായ 2 നമുക്ക് 2 ഇരട്ട സംഖ്യകൾ. അപ്പോൾ ഒരു ഇരട്ട സംഖ്യ x എന്നും മറ്റൊരു ഇരട്ട സംഖ്യ x+2 എന്നും എടുക്കാം. ഇനി അവരുടെ വർഗങ്ങളുടെ വ്യത്യാസം 132 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ്? നമുക്ക് x+2² - x² = എത്രയാണ്? നമുക്ക് 132 എന്നാണ് തന്നിട്ടുള്ളത്. സോ ഇപ്പൊ ഇതിനെ നമ്മൾ എന്ത് ചെയ്യാം? അപ്പൊ ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും? x² + 4x+4 എന്ന് വരും. ഇവിടെ ഒരു x² എടുക്കുന്നുണ്ട്, മൈനസ് ആണ്. അപ്പൊ അതിനെ എന്ത് ചെയ്യുക? ക്യാൻസൽ ചെയ്യുക. അപ്പൊ നമുക്ക് വരുന്നത് 4x+4 = 132 എന്നാണ്. നമുക്ക് 4x =
നമുക്ക് എങ്ങനെ എഴുതാം? 128 എന്ന് എഴുതാം. ദെൻ എന്ത് ചെയ്യാം? എക്സ് എന്ന് പറയുന്നത് 25 7 32 ആയിരിക്കും വരുന്നത്. എക്സിന്റെ വില 32 ദെൻ അപ്പോൾ എക്സ് പ്ലസ് 2 എന്ന് പറയുമ്പോൾ 34 ആയിരിക്കും. അപ്പോൾ 79ന്റെ ആൻസർ നോക്കാം. ആൻസർ ഓപ്ഷൻ ഡി തന്നെയാണ് വരുന്നത്. അടുത്ത ചോദ്യം. അടുത്തത് 9ാമത്തെ ചോദ്യം. 13 17 19 23 തുടർന്ന് അടുത്ത സംഖ്യയാണ് ചോദിച്ചിട്ടുള്ളത്. ഇപ്പോൾ പ്രൈം നമ്പേഴ്സ് ആണ് തന്നിട്ടുള്ളത്. അടുത്ത 23 കഴിഞ്ഞാൽ 24 25 26 ദെൻ 27 28 29 ആയിരിക്കും ആൻസർ വരുന്നത്. ഓപ്ഷൻ ബി ആയിരിക്കും ആൻസർ. നമുക്ക് ആൻസർ നോക്കാം. 80ന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്. അടുത്ത ചോദ്യം 81. ഒരു ടൂത്ത് പേസ്റ്റിന്റെ 25%, പേസ്റ്റിൽ 25% ഓക്കെ. അപ്പോൾ ഒരു ടൂത്ത് പേസ്റ്റിൽ 25% കൂടുതൽ എന്ന് എഴുതിയിരിക്കുന്നു. എത്ര ശതമാനം കിഴിവിന് തുല്യമാണ് ഇത്? ഓപ്ഷൻ എ 30, ഓപ്ഷൻ ബി 25, ഓപ്ഷൻ സി 20, ഓപ്ഷൻ ഡി 15. ഓക്കെ, എത്ര ശതമാനം കിട്ടും? അപ്പോൾ ഒരു പേസ്റ്റിൽ 25% കൂടുതൽ എന്നാണ് എഴുതിയിട്ടുള്ളത്. ഇപ്പൊ ആകെ വരുന്നത് എത്രയാണ്? 125 ആണ്. അപ്പൊ അതിൽ നമുക്ക് കിഴിവ്, അതായത് 25% നമുക്ക് വെറുതെയാണ് തരുന്നത്. അപ്പോ 125 25 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായിരിക്കും? 5-1 5-1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25%, അല്ല 20%. അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇപ്പൊ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് സ്ഥിരമായിട്ട് വരുന്നതാണ്. അടുത്തത് കോഡ് ഭാഷയിൽ 24 CAT എങ്കിൽ MATയുടെ കോഡ് എന്തായിരിക്കും? 34 35 36 37. ഇപ്പോൾ കോഡ് ഭാഷയിൽ 2 4 എന്നാൽ CAT എങ്കിൽ MATയുടെ കോഡ് എന്തായിരിക്കും? നമുക്കിത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ആയിരിക്കും. ദെൻ എ എന്ന് പറഞ്ഞാൽ 1, ദെൻ 6 18 19. ടി എന്ന് പറഞ്ഞാൽ 20 ആണ് വരുന്നത്. അപ്പൊ അങ്ങനെയാണ് 24 എഴുതിയിട്ടുള്ളത്. അടുത്തത് ഇപ്പൊ MAT എന്ന് പറയുമ്പോൾ എ എത്രയാണ്? 1 ആണ്. ടി എന്ന് പറഞ്ഞാൽ 20 ആണ്. അപ്പോൾ 21. ഇനി എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായിരിക്കും? ALM. എമ്മിന്റെ സ്ഥാനം വരുന്നത് 13 ആണ്. 13 21 34. ഓപ്ഷൻ എ ആണ് വരുന്നത്. അടുത്തത് എയുടെ മകനാണ് ഇ, ബിയുടെ മകനാണ് ഡി. ഇ സിയെ വിവാഹം കഴിച്ചു. ബിയുടെ മകളാണ് സി. എന്നാൽ ഇയുടെ ആരാണ് ഡി? വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. ഇതില് എയുടെ മകനാണ് ഇ. ഓക്കെ, എയുടെ മകൻ ഇ ആണ്. അടുത്തത് ബിയുടെ മകനാണ് ഡി. ബിയുടെ മകൻ ഡി ആണ്. ഇ സിയെ വിവാഹം കഴിച്ചു. ബിയുടെ മകളാണ് സി. അപ്പൊ ബിയുടെ മകള് ആണ് സി. ഇ എന്ത് ചെയ്തു? സിയെ വിവാഹം കഴിച്ചു. എന്നാൽ ഇയുടെ
ആരാണ് ഡി? സഹോദരൻ, ഭാര്യ, സഹോദരൻ, അമ്മാവൻ. അപ്പൊ ഉത്തരം ബി ആണ്, ഭാര്യ സഹോദരൻ. നമുക്ക് ആൻസർ നോക്കാം. 83 ഓപ്ഷൻ ബി ആണ്. അടുത്ത ചോദ്യം നോക്കാം. അടുത്തത് മാർച്ച് 14 ഞായർ ആയ വർഷം നവംബർ 8 ഏതാഴ്ചയായിരിക്കും? ഞായർ, തിങ്കൾ, ചൊവ്വ, ശനി. ആൻസർ ഓപ്ഷൻ ബി ആണ്, തിങ്കൾ. ENAL എന്ന വാക്കിലെ അക്ഷരങ്ങൾ ഉപയോഗിച്ച് അർത്ഥവത്തായ എത്ര വാക്കുകൾ ഉണ്ടാക്കാം? ഒരക്ഷരം ഒരു പ്രാവശ്യം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പൊ നമുക്കിത് ഓരോ തവണ ഉപയോഗിച്ച് നമുക്ക് എത്ര പെർഫെക്റ്റ് വരും? അപ്പൊ തന്നെ 24 ശരിക്കും 24 വാക്കുകൾ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ അതിൽ അർത്ഥവത്തായ വാക്കുകളാണ് വേണ്ടത്. ആൻസർ ഓപ്ഷൻ സി ആണ്, 2. ലീനും ലൈനും ആണ് പറഞ്ഞിട്ടുള്ളത്. അടുത്തത് 86 ഒഴിവുള്ള സ്ഥലം പൂരിപ്പിക്കുക. മകൻ, ഭർത്താവ്, ഡാഷ്, ഭർത്തൃപിതാവ്, അപ്പൂപ്പൻ. ഭാര്യ, അമ്മ, പിതാവ്, യുവാവ്, പിതാവ്. 86 ഉത്തരം ഓപ്ഷൻ ഡി, പിതാവ്. അടുത്തത് 87 ഫെബ്രുവരിയെ YEARUBRF എന്ന് മാറ്റി എഴുതിയാൽ നവംബറിനെ എങ്ങനെ എഴുതാം? ഇപ്പൊ ഇതില് എഫ് എന്ത് ചെയ്തിട്ടുണ്ട്? എഫ് മാറ്റിയിട്ടുണ്ട്, ഇ മാറ്റിയിട്ടില്ല. അടുത്തത് ബി മാറ്റിയിട്ടുണ്ട്. അത് കഴിഞ്ഞാല് ബി അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. ആറ് മാറ്റിയിട്ടില്ല. യു അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ വൈയും എയും ബിയും എഫും ആണ് മാറ്റിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് അതുപോലെ തന്നെ നവംബറിന് ചെയ്ത് നോക്കാം. അപ്പൊ നവംബറിന് ഇപ്പൊ എന്ത് ചെയ്യുക? എന്നിന് മാറ്റിയിട്ട് 6 കൊടുക്കുക, വി മാറ്റിയിട്ട് നമ്മൾ എന്ത് കൊടുക്കുക? ബി കൊടുക്കുക. അതേപോലെ തന്നെ ഇവിടെ എക്ക് പകരം ബിയും വൈക്ക് പകരം എഫും ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ എന്ത് ചെയ്യാം? അവസാനത്തെ ബിക്ക് പകരം നമ്മൾ ബിയും 6ന് പകരം എന്നും കൊടുക്കുക. ഓക്കെ, നമുക്ക് എന്ത് വരും? RO, ബിക്ക് പകരം ബി കൊടുക്കുക, ROB. അതുപോലെ തന്നെ അവസാനം എന്നുമാണ് വേണ്ടത്. ഇപ്പൊ ഓപ്ഷൻ ബി ആയിരിക്കും ആൻസർ. 87 ആൻസർ നോക്കാം നമുക്ക്. ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഒരാൾ തെക്കോട്ട് 3 കിലോമീറ്റർ നടന്നു, വലത്തോട്ട് തിരിഞ്ഞ് 1 കിലോമീറ്റർ നടന്നു. തുടർന്ന് വലത്തിടത്ത് എന്നിങ്ങനെ ഓരോ കിലോമീറ്റർ വീതം നടന്നു. അവസാനം അയാൾ പുറപ്പെട്ടിടത്തു നിന്ന് എത്ര അകലെ എത്തി? ഇതാണ് ചോദ്യം. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. എളുപ്പമുള്ള ഒരു ചോദ്യമാണ്. എന്ത് ചെയ്യാ? അപ്പൊ അയാള് താഴോട്ട് 3 കിലോമീറ്റർ നടന്നു. സോ താഴോട്ട് എന്ത് ചെയ്തു? അയാൾ 3 കിലോമീറ്റർ നടന്നു. അത് കഴിഞ്ഞിട്ട് അയാൾ എന്ത് ചെയ്തു? വലത്തോട്ട് 1 കിലോമീറ്റർ നടന്നു. ഇനി ശ്രദ്ധിക്കേണ്ടത്, ഇനി അയാൾ ഇടത്തോട്ടാണ് നടക്കുന്നത്.
ഇടത്തോട്ട് 1 കിലോമീറ്റർ, വലത്തോട്ട് 1 കിലോമീറ്റർ, ഇടത്തോട്ട് 1 കിലോമീറ്റർ, വലത്തോട്ട് 1 കിലോമീറ്റർ, ഇനി ഇടത്തോട്ട് 1 കിലോമീറ്റർ കൂടി. ഇത്രയാണ് നടന്നിട്ടുള്ളത് അയാള്. അയാള് 1 കിലോമീറ്റർ, അതുപോലെ ഇത് 1 കിലോമീറ്റർ, ഇത് 1 കിലോമീറ്റർ. അപ്പോൾ ഒരേ രേഖയിൽ തന്നെയാണ് നിൽക്കുന്നത്. അല്ലെങ്കിൽ നീ ഇവിടുന്ന് ഇത് 1 കിലോമീറ്റർ, ഇത് 1 കിലോമീറ്റർ, ഇത് 1 കിലോമീറ്റർ, ഇത് 1 കിലോമീറ്റർ. അപ്പോൾ ആകെ 4 കിലോമീറ്റർ വ്യത്യാസമാണ് വരുന്നത്. അപ്പൊ ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അടുത്തത് 89 വ്യത്യാസമായത് ഏത്? ഇപ്പൊ അവിടെ തന്നിട്ടുള്ളത് 4/7, 40%, 0.4, 0.44. ഈ 40%വും 0.4 എന്ന് പറയുന്നതും ഒരുപോലെ തന്നെയാണ്. ഇതിനകത്ത് 40% എന്നുള്ളതാണ് വ്യത്യാസമായിട്ടുള്ളത്. അടുത്തത് പണ്ഡിറ്റ് എ, ബി, സി, ഡി എന്നിവർ ചീട്ട് കളിക്കുകയാണ്. എയും ബിയും ഒരു ടീമാണ്. ഡി വടക്കു ദിശയിലേക്ക് നോക്കിയിരിക്കുന്നു എങ്കിൽ തെക്ക് ദിശയിലേക്ക് നോക്കിയിരിക്കുന്നത് ആര്? 4 പേരുണ്ട്. ഇതില് എയും ബിയും ഒരു ടീമാണ്. ഡി വടക്കു ദിശയിലേക്കാണ് നോക്കിയിരിക്കുന്നത്. ഇതാണ് ഡി. ഡി വടക്കു ദിശയിലേക്കാണ് നോക്കിയിരിക്കുന്നത്. അപ്പൊ തെക്ക് ദിശയിലേക്ക് നോക്കിയിരിക്കുന്നത് ആരെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ആൻസർ ഓപ്ഷൻ സി ആണ്. സി തന്നെയാണ് വരുന്നത്. എയും ബിയും ഒരു ടീമാണ്. അതിനടുത്തത് പണ്ഡിറ്റ് രാംനാരായൺ ഏത് സംഗീതോപകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പണ്ഡിറ്റ് രാംനാരായൺ ഏത് സംഗീതോപകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഗിറ്റാർ, സരോദ്, സാരംഗി, വയലിൻ. അതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, സാരംഗി. ചന്ദ്രയാൻ 2 ഏതു രാജ്യത്തിന്റെ സഹകരണത്തോടെയാണ് പൂർത്തിയാക്കാൻ ഇന്ത്യ ലക്ഷ്യമിടുന്നത്? അമേരിക്ക, ചൈന, ഫ്രാൻസ്, റഷ്യ. ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്, റഷ്യ. ചാരനിറത്തിലുള്ള പുസ്തകം ഏതു രാജ്യത്തിന്റെ ഔദ്യോഗിക രേഖയാണ്? ഇന്ത്യ, റഷ്യ, ബെൽജിയം, ജർമ്മനി. ഉത്തരം ഓപ്ഷൻ സി ആണ് വരുന്നത്, ബെൽജിയം. ISRO സ്ഥാപിക്കപ്പെട്ട വർഷം 978, 979, 1968, 1969. ISRO സ്ഥാപിക്കപ്പെട്ട വർഷം ആൻസർ ഓപ്ഷൻ ഡി ആണ്, 1969. അടുത്തത് ഈശ്വരൻ എന്ന കൃതിയുടെ കർത്താവ്? അരുന്ധതി റോയ്, ജ്യോതിബ ഫുലെ, മേധാ പട്കർ, ബഹുഗുണ. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ജ്യോതിബ ഫുലെ. അടുത്തത് വിംസി എന്നറിയപ്പെട്ട പത്രപ്രവർത്തകന്റെ യഥാർത്ഥ പേര്? CV ബാലകൃഷ്ണൻ, VM ബാലചന്ദ്രൻ, MK അക്ബർ, കുൽദീപ് നയ്യാർ.
ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്. വിൻസി എന്നറിയപ്പെട്ട പത്രപ്രവർത്തകന്റെ യഥാർത്ഥ പേര് VM ബാലചന്ദ്രൻ. ചോദ്യം 2010 ഓസ്ട്രേലിയൻ ഓപ്പൺ നേടിയ പുരുഷ താരം റോജർ ഫെഡറർ, ലിയാൻഡർ പെയ്സ്, ഡെൽ പെട്രോ, റാഫേൽ നദാൽ. ഓപ്ഷൻ എ ആണ് റോജർ ഫെഡറർ. അടുത്തത് സാക്ഷരതയിൽ ഏറ്റവും പിന്നിൽ നിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഹിമാചൽ പ്രദേശ്, മധ്യപ്രദേശ്, അരുണാചൽ പ്രദേശ്, ബീഹാർ. ഇത് പഴയ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അപ്പൊ അതിൽ വ്യത്യാസം വന്നിട്ടുണ്ടോ എന്ന് എന്ത് ചെയ്യണം, നിങ്ങൾ വെരിഫൈ ചെയ്യണം. അല്ലെങ്കിൽ ഇത് കറണ്ട് അഫയർ ക്വസ്റ്റ്യൻ പോലെയാണ് തോന്നുന്നത്. ഇതിന്റെ ആൻസർ വരുന്നത്, ഈ ഒരു ക്വസ്റ്റ്യന്റെ ഈ ഒരു പേപ്പറിലെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ബീഹാർ. അടുത്തത് 2011 ജനകീയ രോഷത്തെ തുടർന്ന് സ്ഥാനമൊഴിയേണ്ടി വന്ന ഈജിപ്തിലെ ഭരണാധികാരി യാസർ അറാഫത്ത്, ഗദ്ദാഫി, ഹുസ്നി മുബാറക്, അബ്ദുൽ നാസർ. ഓപ്ഷൻ സി ആണ് വരുന്നത്, ഹുസ്നി മുബാറക്. ആദ്യമായി വാറ്റ് നടപ്പിലാക്കിയ രാജ്യം ഇന്ത്യ, അമേരിക്ക, ഫ്രാൻസ്, റഷ്യ. ആദ്യമായി വാറ്റ് നടപ്പിലാക്കിയ രാജ്യം ഓപ്ഷൻ സി ഫ്രാൻസ് ആണ്. അപ്പൊ 100 ക്വസ്റ്റ്യൻ ആണ് ഉണ്ടായിരുന്നത്. അപ്പൊ നമ്മളെല്ലാം ആൻസർ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അതുപോലെ മത്സര പരീക്ഷകൾക്കൊക്കെ പങ്കെടുക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ദയവായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പൊ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.